ഇന്ന് ഞാൻ പോകുന്നത് എൻ്റെ ഒരു ചെറിയൊരു സ്വർഗ്ഗരാജ്യത്തിലേക്കാണ്. ഞാൻ കൊച്ചിലെ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നതും വെക്കേഷൻ ടൈം ആകുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളതും എൻ്റെ അമ്മ വീടാണ്. ഇന്ന് ഞാൻ അവിടേക്കാണ് പോകുന്നത്. അങ്ങനെ ഡാഡിക്കുൾ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൂട്ടാൻ വന്ന് ഡയറക്റ്റ് ഞങ്ങൾ നേരെ അമ്മ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടുത്തെ ചന്ദനക്കുടമാണ്. ഇപ്പോൾ പഴയ പോലെ എല്ലാ കസിൻസൊന്നും ഇല്ല, കുറച്ച് പേരൊക്കെ ഉള്ളൂ. അങ്ങനെ നേരെ നമ്മൾ വീടെത്തി ഗേറ്റൊക്കെ തുറന്ന് നോക്കിയപ്പോൾ എല്ലാവരും നമ്മളെ കാത്ത് നിൽക്കുകയാണ്. അപ്പം ഞാൻ വരുന്ന കാര്യം സീനമ്മ ഇവിടെ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ മമ്മീജി ഇരിപ്പുണ്ടായിരുന്നു, അമ്മച്ചി ഉണ്ടായിരുന്നു. എല്ലാവരും എന്നെ കണ്ട് സന്തോഷത്തിലും ആകാംക്ഷയിലും എന്നോട് ഓരോ കഥകളും കാര്യങ്ങളും ഒക്കെ ചോദിച്ചാൽ ഞങ്ങൾ വർത്താനം പറഞ്ഞ് നേരെ ഫുഡ് അടിയിലേക്ക് പോയി. അങ്ങനെ അമ്മച്ചി പ്ലേറ്റൊക്കെ എടുത്ത് വെച്ച് മമ്മി എന്തൊക്കെയോ സലാഡൊക്കെ കണ്ടിച്ച് വെച്ചു. ഞാൻ വന്നതിൻ്റെ സ്പെഷ്യലായിട്ട് ഒറോട്ടിയും ബീഫ് കറിയും സാലഡും ചോറും കറികളും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ രാത്രിയിലത്തെ ഫുഡ് അടി കത്തം കഴിഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ മാമ പറഞ്ഞു നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റെഡിയായി, ഞങ്ങൾ വെളിയിൽ പോയി. പണ്ട് സൈക്കിളൊക്കെ ചവിട്ടി നടന്ന സ്ഥലമായിരുന്നു ഞങ്ങളുടേത്. അപ്പോൾ ഞങ്ങൾ അതുവരെയൊക്കെ ഒന്ന് വെറുതെ റൗണ്ടൊക്കെ അടിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ വീണ്ടും വീട്ടിൽ വന്ന് മാമാപ്പത്തേന് സാലഡൊക്കെ കണ്ടിക്കാനും സിറാജാമ്മ എനിക്കൊരു ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പണ്ട് ചന്ദനക്കടം ആകുമ്പോൾ മാമ സ്ഥിരമായിട്ട് എനിക്കും എൻ്റെ കസിൻസിനും ഈ ഐസ്ക്രീമായിരുന്നു മേടിച്ചുകൊണ്ട്. അങ്ങനെ റസീനൊക്കെ കുറച്ച് മിഠായൊക്കെ മേടിച്ചുകൊണ്ട് എന്നെ കാണാൻ വന്നു. ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് അടിയിലേക്കായിരുന്നു കടന്നത്. അമ്മച്ചൊക്കെ തേങ്ങാച്ചോറ് സ്പെഷ്യൽ ഉണ്ടായിരുന്നു, ബീഫ് റോസ്റ്റ്, ചിക്കൻ ഫ്രൈ, സാലഡൊക്കെ ഉണ്ട്. അങ്ങനെ അതെല്ലാം കഴിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നത്. എനിക്ക് കായംകുളം മെമ്മു ആയിരുന്നു കിട്ടി. ഞാൻ ആദ്യമായിട്ട് മെമ്മുവിൽ ഒരു ചെറുക്കാറിൽ വരുന്നത്. ഈ ഒരു വീഡിയോ ഫുൾ കംപ്ലീറ്റഡ് അല്ല, കുറച്ച് നല്ല മൊമെൻറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.